പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമി. നമ്മുടെ വിദ്യാലയത്തെ കുറിച്ച് രണ്ട് വാക്ക് പറയുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. 1993 വർഷത്തിലാണ് നമ്മുടെ IHRDക്ക് കീഴിൽ, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റിന് കീഴിൽ നമ്മുടെ വട്ടംകുളത്ത് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിതമായത്. 40 വിദ്യാർത്ഥികളുമായി 8ാം ക്ലാസ് ആരംഭിക്കുകയും പിന്നീട് 100 കുട്ടികളുള്ള 2 ബാച്ചും ഹയർ സെക്കൻഡറി കോഴ്സ് 1996 40 കുട്ടികളുമായി ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന ഇലക്ട്രോണിക്സിൻ്റെ ഗ്രൂപ്പ് ആരംഭിച്ചു. പിന്നീട് ബയോളജി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഹയർ സെക്കൻഡറിയിൽ 2 ബാച്ചും സെക്കൻഡറി 2 ബാച്ചുമായി നമ്മുടെ വിദ്യാലയം മുന്നോട്ട് യാത്ര തുടർന്നു. നമ്മുടെ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വളരെ വലിയ ഒരു, അതായത് കേരളത്തിൻ്റെ ഇതിൽ തന്നെ വളരെ വലിയൊരു വിജയം കരസ്ഥമാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അവരെ അനുമോദിക്കുന്ന ഒരു ഡേ ആണെന്ന്. അപ്പോൾ അത് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു ഡേ ആണ്. അതിപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ മികച്ചതാക്കാം, അത് പഠനത്തിലായാലും പഠന സിലബസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാം, പ്രതിയങ്ങളായ വിദ്യാർത്ഥികളെ ആദരിക്കുക, അവർക്ക് അംഗീകാരം നൽകുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതാണ്, പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലുള്ള മികവ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല പൗരന്മാരെ വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ. പഠനം കൊണ്ട് മാത്രം നമുക്ക് എവിടെയും എത്താൻ കഴിയില്ല. പഠനമില്ലാതെയും തീരെയും എവിടെ എത്താൻ കഴിയില്ല. പഠനത്തോടു കൂടി എല്ലാ മേഖലയിലും, കായിക മേഖലകളിൽ, ശാസ്ത്ര മേഖലയിൽ എല്ലാം മികവുറ്റ നേട്ടങ്ങൾ നിങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. പഠനം എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ മാത്രമല്ല, ക്ലാസ് റൂമിൻ്റെ അപ്പുറത്തേക്ക് ലോക പരിചയത്തിലേക്ക്, ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന മാറ്റങ്ങൾ എല്ലാം നിങ്ങൾ അതാത് സമയങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിരിക്കും ടെക്നിക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ആളുകളോട് മത്സരിച്ചിട്ട് ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങി 1ാം സ്ഥാനം വാങ്ങി. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നമ്മുടെ സ്കൂൾ 1ാം സ്ഥാനത്തെത്തി. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടന്ന് അതിൻ്റെ ഒരു അനുമോദനം നടക്കുന്ന ഒരു ദിവസമാണ്. എല്ലാം പങ്കെടുത്ത് ഉന്നതിയിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടിയാണ് ഇത്. ആർക്കും പാടാനുള്ള കഴിവുണ്ട്, എല്ലാവർക്കും കഥ പറയാനുള്ള കഴിവുണ്ട്. എല്ലാ കഴിവുകളും എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ എല്ലാവർക്കും ആ കഴിവുകളുള്ള കുട്ടികളാണ്. അപ്പോൾ കലാപരമായിട്ട് ആ കഴിവുകൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരും. അതാരും വികസിപ്പിച്ചെടുക്കണില്ല.